السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله. وعن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم قال: ارحموا من في الأرض يرحمكم من في السماء. റവാഹു മുസ്ലിം. ബഹുമാന്യരായ സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അള്ളാഹു അനുവദിക്കുന്ന ആയുസ് വരെ നാം ഇവിടെ ജീവിക്കണം. ആ സമയം വരെ തഖ്വയും ഈമാനും ഇഖ്ലാസും നിലനിർത്തി ഖുർആൻ പറഞ്ഞ മുവഹിദുകളായ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ നാമങ്ങളൊക്കെയും അതിൻ്റെ അർത്ഥത്തിലും ആശയത്തിലും വളരെയധികം വലുതാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ 2 നാമമാണ് റഹ്മാൻ, റഹീം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഓർമ്മപ്പെടുത്തുന്നു, ദുആ ചെയ്യുമ്പോൾ പടച്ചവനെ എന്നല്ല, പടച്ചവനെ എന്ന വിളി എന്നെ സൃഷ്ടിച്ചവനെന്നാണ്. പക്ഷെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. സൂറത്ത് ഇസ്രാഇന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹനെ വിളിക്കുന്നുവെങ്കിൽ അല്ലാഹ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കണം. റഹ്മാനായ അല്ലാഹ്, ഏറ്റവും സുന്ദരമായ നാമമാണ്. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, അങ്ങനെ ദുആ ചെയ്യാവൂ. അത് അല്ലാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. കാരണം അതിലൊരു ശ്രദ്ധ വേണം. അപ്പൊ റഹ്മാനാണ്, റഹീമാണ് അല്ലാഹ്. അള്ളാഹിന്റെ കാരുണ്യമില്ലാത്ത ആരെ ഭൂമിയിലില്ല. ഇപ്പൊ ഇതിന്റെ പരിസരത്തൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്ന നിസ്കരിക്കാത്തവരാ, സുബഹിയില്ലാത്തവരാ. ചിന്തിച്ചേ, അവര് കിടക്കുന്ന മുറിയിൽ, അവര് കിടക്കുന്ന AC മുറിയിൽ, പുതപ്പിന്റെ അടിയിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ കാണും മക്കളും മരുമക്കളും ഒക്കെ. സമാധാനം പറയണം കേട്ടോ. ഒരു ഖത്തീബിന്റെയും പണിയല്ല പറഞ്ഞേക്കാം, ഒരു ഇമാമിന്റെയും പണിയല്ല. നിങ്ങൾ സമാധാനം പറയണം. നിങ്ങളുടെ മക്കളോ മരുമക്കളോ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കുമ്പോൾ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് സ്വീകരിക്കുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം സ്വന്തം വീട്ടിൽ മക്കൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ വന്ന് കൈകെട്ടിട്ട് എന്ത് കിട്ടാനാണ്? അല്ല പറഞ്ഞ നീ നിന്റെ ശരീരം നരകത്തിൽ നിന്ന് കാക്കണം. നിന്റെ കുടുംബത്തിന്റെ ആരോടാ? പള്ളിയിലെ ഖത്തീബിനോടല്ല, വാപ്പയോടാ. ശ്രദ്ധിക്കണേ. അപ്പൊ എല്ലാ മനുഷ്യർക്കും അല്ല കാരുണ്യം. ഇപ്പൊ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ആ പുതപ്പിന്റെ അടിയിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നില്ല എന്ന് അല്ല തീരുമാനിക്കുക. ആ സുബഹിക്ക് വന്നില്ലല്ലേ എന്നാ അവന് ഞാൻ ശ്വാസം മുട്ടൽ കൊടുക്കാം? ഇല്ല, അവന് ശ്വാസം മുട്ടലല്ല കൊടുത്തില്ല. സുഖാട്ട് കിടന്നുറങ്ങുന്നവൻ. ഈ കാരുണ്യം അനുഭവിക്കുന്നവരാ നമ്മൾ. ഇനി ഞാൻ പറഞ്ഞ ഹദീസ് കേട്ടോ, അതിനെത്ര ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തെന്നറിയുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് കാരുണ്യമില്ല, മാതാപിതാക്കൾക്ക് മക്കളോട് കരുണയില്ല, അധ്യാപകനോട് വിദ്യാർത്ഥികൾക്ക് കരുണയില്ല. അങ്ങനത്തെ ലോകത്താ ജീവിക്കുന്നത്. കരുണ നഷ്ടപ്പെട്ടു പോയ ലോകത്താ ജീവിക്കുന്നത്. അവിടെയാണ് ഹദീസൊക്കെ ഇത് എഴുതി വെക്കണം. മതിലൊക്കെ, പള്ളിയുടെ സ്കൂളിന്റെ ഒക്കെ മതിൽ എഴുതി വെക്കണം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. റോഡിൽ വണ്ടി ഇടിച്ച് നായ ചത്ത് കിടന്നാൽ അതിനെ മാറ്റിയിടണം, അല്ലാതെ അതിന്റെ പുറത്ത് വണ്ടി കയറ്റി ഇറക്കരുത്. നമ്മളാണ് ആദ്യം കാണുന്നത് എങ്കിൽ വണ്ടി നിർത്തണം. ആ നായയെ മാറ്റിയിടണം, പൂച്ചയെ മാറ്റിയിടണം, മറ്റു വണ്ടി കയറി ഇറങ്ങാൻ അനുവദിക്കരുത്. കാരുണ്യമാണത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. എന്നാൽ
യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. വല്ലാത്തൊരു വചനമാണത്, വല്ലാത്തൊരു ഹദീസാണത്. ഇതൊക്കെ ക്രൈസ്തവ സഭയുടെ മതിലൊക്കെ കാണാം. ബൈബിളിനകത്ത് വാക്കുണ്ട്, ഇതേ വാക്ക് യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. ഒന്നുകൂടി പറയുന്നു, യർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ജീവജാലങ്ങളോട്, മനുഷ്യരോട്, മക്കളോട്, മാതാപിതാക്കളോട്, പ്രയാസപ്പെടുന്നവരോട്, വിഷമിക്കുന്നവരോട്, കണ്ണു കാണാത്തവരോട് നിങ്ങൾ കരുണ കാണിക്കണം. എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മനസ്സ് കുറിച്ചു വെച്ചോ. കാരുണ്യമില്ലാത്ത ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് മനസ്സിൽ കുറിച്ചു വെക്കണം. അങ്ങനെ ജീവിക്കണം. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലാത്ത നമ്മുടെ സഹോദരന്റെ മകന് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഷിഹാബിന്റെ അല്ല. അല്ലാഹു തആല കുഞ്ഞിന് ആയുസ്സും ആരോഗ്യം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റോഡ് അപകടം പിടിച്ച വല്ലാത്തൊരവസ്ഥയിലെ റോഡ് കിടക്കുന്നത്. വരുന്ന വാഹനങ്ങളൊക്കെ ചീർപ്പഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒരാൾക്കും ശ്രദ്ധയില്ല. അപകടങ്ങൾ ധാരാളമാണ്. അല്ലാഹു തആല കുഞ്ഞിനെ പറ്റി അപകടങ്ങളെ ശിഫ നൽകുമാറാവട്ടെ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അപകടനില തരണം ചെയ്ത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല സമാധാനവും ക്ഷമയും നൽകുമാറാവട്ടെ. അല്ലാഹുവേ, വാഹനത്തിന് അല്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ആ സ്കൂൾ തുറന്ന് ഞങ്ങളുടെ മക്കളൊക്കെ വാഹനത്തിൽ പോകുന്നവരാണ്. പടച്ചവനെ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, അപകടങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ആപത്തുകളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. വാഹനം ഓടിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ശ്രദ്ധയോടെ, തവക്കുലോടെ, പ്രാർത്ഥനയോടുകൂടി വാഹനം ഓടിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ കുഞ്ഞു മക്കളെയും നീ കാക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.